നമസ്കാരം. നമ്മൾ വിളിക്കാതെ ഒരു അതിഥി കുറച്ച് ദിവസമായിട്ട് കേരളത്തിൽ വന്ന് കിടക്കുന്നുണ്ട്. ഒരു അതിഥി എന്ന് പറഞ്ഞാൽ വളരെ ലോകപ്രശസ്തനായിട്ടുള്ള, വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു അതിഥി നമ്മളെ വിളിക്കാതെ, നമ്മൾ ക്ഷണിക്കാതെ നമ്മുടെ കേരളത്തിൽ വന്ന് കിടക്കുന്നുണ്ട്. അതിഥി കേരളത്തിലോട്ട് വന്നതാണോ, അല്ലെങ്കിൽ അതിഥി ഇവിടെ ചാരപ്രവൃത്തിക്ക് വേണ്ടി വന്നതാണോ എന്നുള്ള കാര്യം ക്ലിയർ ആവാനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അതിനെ പറ്റിയിട്ട് ഒരുപാട് സ്റ്റോറീസ് അല്ലെങ്കിൽ ഒരുപാട് തിയറീസ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതിഥിയെ ഒരുപാട് പേര് കളിയാക്കുന്നു. അതിഥി ഇപ്പോൾ പ്രധാനപ്പെട്ട എല്ലാവിധ ട്രോൾ ഗ്രൂപ്പുകളിലും ഒരു ട്രോൾ ഐറ്റമായി മാറിയിട്ടുണ്ട്. അതിഥി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. അതിഥിയാണ് F-35B, ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിൻ്റെ ബ്രിട്ടീഷ് നേവിയുടെ പ്രധാനപ്പെട്ട അമേരിക്കൻ ലോക്കിഡ് മാർട്ടിൻ നിർമ്മിച്ച F-35B. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തിയറീസ്, ഒരുപാട് ഇതിനെ പറ്റിയിട്ട് വരുന്ന കുറേയധികം തിയറീസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി അവരുടെ ഒരു പാട്ടെന്ന് അവർ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നേവൽ എക്സസൈസിൻ്റെ ഭാഗമായിട്ട് പ്രിൻസ് ഓഫ് വെയിൽസ്, HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന നാവിക കപ്പലിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഒരു എക്സസൈസ്, ഇന്ത്യൻ ഓഷ്യനിൽ ഒരു എക്സസൈസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന് ഫ്ലൈ ചെയ്ത് തിരിച്ച് ലാൻഡ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഇതൊരു ഫൈറ്റർ ജെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് വെർട്ടിക്കൽ ടേക്ക് ഓഫും വെർട്ടിക്കൽ ലാൻഡിങ് കപ്പാസിറ്റി ഉള്ള ഒരു ഫൈറ്റർ ജെറ്റാണ്. അമേരിക്കയുടെ ഏറ്റവും ആധുനികമായ ഒരു ഫൈറ്റർ ജെറ്റിന് ഏകദേശം $100 million വില വരുന്ന ആധുനികമായിട്ടുള്ളൊരു ഫൈറ്റർ ജെറ്റാണിത്. അതിന് ഏകദേശം $100 million വില വരുന്നുണ്ട്. സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റാണ്. സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് മീൻസ് ഇതിൻ്റെ RCS ഫ്രീക്വൻസി, റഡാർ ഫ്രീക്വൻസി ഭയങ്കര കുറവാണ്. 0.001 RCS ഒക്കെ ആണെന്ന് പറയുന്നു. ഓക്കെ, ഈ ഒരു യുദ്ധവിമാനം വളരെ വലിയ രീതിയിൽ അമേരിക്ക യൂസ് ചെയ്യുന്നു. ഇസ്രായേൽ ഈ ഇടയ്ക്കുണ്ടായ ഇറാൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് F-35B ആണ്. ഈ F-35 ആണ്. F-35യുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് നൽകാമെന്ന് പറഞ്ഞൊരു യുദ്ധവിമാനമാണ്. ഓക്കെ, യുദ്ധവിമാനങ്ങളുടെ 5th ജനറേഷൻ യുദ്ധവിമാനങ്ങളുടെ മെയിൻ നല്ല യുദ്ധവിമാനങ്ങൾ, അല്ലെങ്കിൽ 5th ജനറേഷനിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള യുദ്ധവിമാനം പറഞ്ഞാൽ അമേരിക്കയുടെ F-35, പിന്നെ റഷ്യയുടെ സുഖോയ് 57, പിന്നെ ചൈനയുടെ ഉണ്ടെന്ന് പറയപ്പെടുന്ന, സ്റ്റെൽത്താണെന്ന് പറയപ്പെടുന്ന J-20. അതിൽ ഇന്ത്യ ഇപ്പോൾ മെയിനായിട്ട് നോക്കുന്നത്, ഇന്ത്യ അക്സെപ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്, ഇന്ത്യയുടെ യുദ്ധത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുന്നൊരു യുദ്ധവിമാനമാണ് സുഖോയ് 57. F-35 അമേരിക്ക ഇന്ത്യക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. അപ്പോൾ വീണ്ടും വിഷയത്തിലേക്ക് വരാം. ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് കുറച്ച് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ബ്രിട്ടീഷ് റോയൽ നേവി ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൻ്റെ ഭാഗമായിരുന്നു. അവർ ഒരുപാട് ആൻറ്റി മിസൈൽ ഡിഫൻസ് സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ഓഷ്യൻ ഏരിയയിൽ ഇസ്രായേലിന് സപ്പോർട്ടായി അറേബ്യൻ സീയുടെ ഭാഗത്തും ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗത്തായിട്ട് അവരുടെ നേവൽ ഫ്രിഗേറ്റ്സ് ഒരുപാട് സ്ട്രാറ്റജിക്കലായിട്ട് ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, ഇന്ത്യൻ ഓഷ്യനിൽ അമേരിക്കയ്ക്ക് ഒരുപാട് സൈനിക താവളങ്ങളുണ്ട്. ആ സൈനിക താവളങ്ങളിൽ അവർ അവരുടെ ലോഞ്ചിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഇറാനായിട്ടുള്ള യുദ്ധത്തിൽ അവർക്ക് പശ്ചിമേഷ്യൻ മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ താവളങ്ങളായിട്ടുള്ള ഖത്തറിലുള്ള താവളം, അതേപോലെ ഒമാൻ, സൗദി, UAE തുടങ്ങിയ താവളങ്ങളിൽ യൂസ് ചെയ്തിട്ട് ഇറാനെ അറ്റാക്ക് ചെയ്യാനുള്ളൊരു പ്ലാൻ. അതിൻ്റെ പ്ലാൻ B എന്ന രീതിയിൽ അവർക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അവരുടെ നേവൽ ബേസിൽ നിന്നും അറ്റാക്ക് ചെയ്യാനുള്ളൊരു പ്ലാൻ B ഉണ്ടായിരിക്കണം. ഓക്കെ, ആ പ്ലാൻ Bയുടെ ഭാഗമായിട്ട് ആയിരിക്കും ഈ F-35 എല്ലാം ഈ ഒരു ഇന്ത്യൻ ഓഷ്യൻ്റെ റീജിയനിൽ വന്നിട്ടുണ്ടാവുക. അടുത്തതായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, F-35B ഇതിന് സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞത്, ഇത് ഒരു എക്സസൈസിൻ്റെ ഭാഗമായിട്ട് ഫ്ലൈ ചെയ്യുന്ന സമയത്ത്, തിരിച്ച് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ക്ലൈമറ്റ് ഭയങ്കര മോശമായിരുന്നു. അതുകൊണ്ട് വീണ്ടും ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഫൈറ്റർ ജെറ്റിൽ വീണ്ടും ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഫ്യൂവൽ കുറഞ്ഞപ്പോൾ അടുത്തുള്ള ഒരു ബേസ് എന്ന രീതിയിലേക്ക് ട്രിവാൻഡ്രത്ത് വന്ന് ലാൻഡ് ചെയ്തു എന്നാണ് അവരുടെ വേർഷനിൽ പറയുന്നത്. പക്ഷേ അത് നമുക്കങ്ങ് പെട്ടെന്ന് നമുക്ക് ദഹിക്കത്തില്ല. അത് നമുക്ക് അങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങാൻ പറ്റും തോന്നുന്നില്ല. കാരണം ഇത്
HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരിയർ ബാറ്റിൽ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് കരിയറാണ്. ഓക്കെ, ഒരു എയർക്രാഫ്റ്റ് കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റർ ജെറ്റ്സ് മാത്രമല്ല, അതിൽ മിഡ് എയർ റീഫ്യൂലേഴ്സ് ഉണ്ടാവും, റീഫ്യൂലിംഗ് എയർക്രാഫ്റ്റ്സ് ഉണ്ടാവും. ഈ റീഫ്യൂലിംഗ് എയർക്രാഫ്റ്റ്സ് ഉള്ള സ്ഥിതിക്ക് ഇതിന് F-35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റാണ്. മിഡ് എയർ ടു എയർ റീഫ്യൂലിംഗ് കപ്പാസിറ്റിയുള്ള ഫൈറ്റർ ജെറ്റാണ്. എയർ ടു എയർ കപ്പാസിറ്റിയുള്ള ഫൈറ്റർ ജെറ്റിന് ഒരിക്കലും കയ്യിലുള്ള, അതായത് ഫ്യൂവൽ ഡെഫിഷ്യൻസി വന്നിട്ട് വേറൊരു ബേസിൽ വന്ന് ലാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മിഡ് എയറിൽ അവർക്ക് റീഫ്യൂവൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അത് ഫ്യൂവൽ പ്രശ്നമായിട്ട് വന്നിട്ട് ഇന്ത്യയിൽ ലാൻഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഫസ്റ്റ് പോയിന്റ് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. സോ ദാറ്റ് ആ ചാൻസ് വളരെ കുറവാണ്. അത് നമുക്ക് അങ്ങ് അത് സൈഡിലോട്ട് വയ്ക്കാം. ആ തിയറി വർക്കൗട്ട് ആവില്ല, അവർ പറയുന്ന ആ തിയറി. ഓക്കെ, രണ്ടാമത്തെ തിയറി, ഇത് ലാൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സമയത്ത്, തിരിച്ച് ലാൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നു, ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് നമ്മുടെ ബേസിലോട്ട് വന്നു. ഓക്കെ, ട്രിവാൻഡ്രത്ത് വന്ന് ലാൻഡ് ചെയ്തു. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാമെന്ന് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അത് തിരിച്ച് വന്ന് നമ്മുടെ ട്രിവാൻഡ്രത്ത് വന്ന് ലാൻഡ് ചെയ്തു. ഇത് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആണ്. ഇപ്പോൾ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആകുമ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ഡിറ്റക്റ്റഡ് ആൻഡ് ഐഡൻറ്റിഫൈഡ് ദ എയർക്രാഫ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ്. അതിന് ഐഡൻറ്റിഫൈയും ഡിറ്റക്ട് ചെയ്യാൻ ഭയങ്കര ടഫാണ്. പക്ഷേ നമുക്ക് സൂര്യ, VHF അങ്ങനെ 2-3 നമ്മുടെ ഇപ്പോൾ അടുത്തായിട്ട് ഡെവലപ്പ് ചെയ്ത നമ്മുടെ സ്റ്റെൽത്ത് റഡാസ് ഈ 5th ജനറേഷൻ എയർക്രാഫ്റ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള റഡാസ് ആണെന്നാണ് DRDO പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞതല്ല, ഇത് ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം പറഞ്ഞതല്ല, അതിന് മുമ്പ് തന്നെ ബാംഗ്ലൂരിൽ വെച്ച് നടന്ന എയറോസ്പേസ് എക്സിബിഷൻ്റെ ഭാഗമായിട്ട് സുഖോയ് 57-ഉം F-35 വന്നപ്പോൾ തന്നെ DRDO അത് അനൗൺസ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ അത് വെച്ച് ഡിറ്റക്ട് ചെയ്ത് നമ്മുടെ തഞ്ചാവൂരിലുള്ള സുഖോയ് MKI ഇതിനെ ഈ ഫൈറ്റർ ജെറ്റിനെ അനുഗമിച്ച് ട്രിവാൻഡ്രത്ത് ലാൻഡ് ചെയ്തു എന്നാണ് ഇന്ത്യൻ എയർഫോഴ്സ് പറയുന്നത്. ഓക്കെ, ഇതിന് ഹൈഡ്രോളിക്, ഇത് ലാൻഡ് ചെയ്ത സമയത്ത് പ്രോപ്പറായിട്ടാണ് ലാൻഡ് ചെയ്ത്. ഓക്കെ, ഇത് പറഞ്ഞത് കാലാവസ്ഥ ശരിയാക്കി കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നായിരുന്നു. പിന്നെ ഫ്യൂവൽ കുറവാന്ന് പറഞ്ഞാൽ നമ്മൾ റീഫ്യൂൽ ചെയ്യാൻ ഫ്യൂവൽ കുറഞ്ഞത് ഒരു സംഭവം, റീഫ്യൂലിംഗ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഫ്യൂവൽ കുറഞ്ഞതൊരു സംഭവം നമ്മൾ റീഫ്യൂൽ ചെയ്ത് കൊടുത്തു. പക്ഷെ അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ദിവസം 2 ദിവസം ക്ലൈമറ്റ് ശരിയായി. അപ്പോഴേക്കും ഇതിന് ഹൈഡ്രോളിക് ഇഷ്യൂ എന്നാണ് പറയുന്നത്. ഹൈഡ്രോളിക് ഇഷ്യൂ മീൻസ് ലൈക്ക് ഇതിൻ്റെ ഒരു ലാൻഡിങ് ഗിയേഴ്സിന് പ്രോബ്ലം. ഹൈഡ്രോളിക് ഇഷ്യൂ ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ മാത്രമാണ്. അതിപ്പോൾ ഒരു നോർമൽ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സ് AME ചെയ്ത ആൾക്കാർക്ക് ഹൈഡ്രോളിക് ഇഷ്യൂസിനെ കവർ ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അവരുടെ എഞ്ചിനീയേഴ്സ് കുറച്ച് പേര് വന്നു കഴിഞ്ഞാൽ, ഒരു 3-4 എഞ്ചിനീയേഴ്സ് വന്നു കഴിഞ്ഞാൽ ചെയ്തു തീർക്കാവുന്ന പ്രശ്നമുള്ളൂ ഹൈഡ്രോളിക് ഇഷ്യൂ എയറോനോട്ടിക്സിൽ ഏറ്റവും ടെക്നിക്കലി ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഇതായിട്ടാണ് ലോകം മുഴുവൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോളിക് ഇഷ്യൂ ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ 3-ാമത്തെ 4-ാമത്തെ ദിവസം ഈ എയർക്രാഫ്റ്റ് ശരിയാക്കിയിട്ട് അവർക്ക് തിരിച്ച് കൊണ്ടുപോകാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹൈഡ്രോളിക് ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ 3-ാമത്തെ മെയിൻ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എയർക്രാഫ്റ്റ് വന്ന സമയത്തായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ. ഇതിൻ്റെ സ്റ്റെൽത്ത് കോട്ടിംഗ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് റെയിൻ വാട്ടറിലൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെൽത്ത് കോട്ടിങ്. പക്ഷേ റെയിൻ വാട്ടർ നനഞ്ഞു കഴിഞ്ഞാലും സ്റ്റെൽത്ത് കോട്ടിങ് പോകാത്ത രീതിയിൽ ഇവർ ഹൈ റെയിൻ ഡെൻസിറ്റിയിൽ ഇതിനെ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ റെയിൻ വാട്ടർ കൊണ്ട് അതിന് പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അവർ ഓപ്പൺ എയറിൽ, അതായത് ഇതിനെ ഒരു ഹാങ്ങറിലേക്ക് മാറ്റാതെ ഓപ്പൺ എയറിലാണ് ഈ എയർക്രാഫ്റ്റിനെ അവർ ഇത്രയും കാലം വെച്ചിട്ടുണ്ടായിരുന്നത്. അവരെന്താന്ന് പറഞ്ഞു വെച്ചാൽ ലൈക്ക് അവരുടെ സാറ്റലൈറ്റിനെ എപ്പോൾ നോക്കിയാലും ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ അവർക്കറിയാത്തൊരു കാര്യം, അവരുടെ സാറ്റലൈറ്റ് ഒബ്സർവ് ചെയ്യുന്ന പോലെ തന്നെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും സാറ്റലൈറ്റ്സ്, എസ്പെഷ്യലി ഇന്ത്യയുടെ സാറ്റലൈറ്റ്സ്, ചൈനീസ് സാറ്റലൈറ്റ്സ്, റഷ്യൻ സാറ്റലൈറ്റ്സ് എല്ലാം ഇതിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെ അതിൻ്റെ സ്റ്റെൽത്തിന് ആ ഒരു ഒബ്സർവേഷൻ കപ്പാസിറ്റി അവർക്ക് മാത്രമേ ഉള്ളൂ. ഓപ്പൺ എയറിൽ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അപകടമാണ്. ഇവർ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഹാങ്ങറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്റ്റെൽത്ത് കാര്യങ്ങളും എല്ലാം നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ടെക്നോളജിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഓൾറെഡി നമ്മൾ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബ്രഹ്മോസ് എയറോസ്പേസ് ലിമിറ്റഡ് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തെ ബ്രഹ്മോസ് ഏകദേശം ഇതിന്ന് 2.5 കിലോമീറ്റർ ഉള്ളൂ. ഈ ഒരു സംഭവം സ്റ്റേഷൻ ചെയ്ത സ്ഥലത്ത് നിന്ന് 2.5 കിലോമീറ്റർ ഉള്ളൂ, അതായത് ബൈ ലാൻഡ്. ക്രോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എയർ ഡിസ്റ്റൻസ്, നമ്മൾ എയർ ടു എയർ ഡിസ്റ്റൻസ് നോക്കിയാൽ 700 മീറ്റർ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ്, ഏറ്റവും ക്ലാസിഫൈഡ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ് ഉള്ള ഒരു യുദ്ധവിമാനമാണ് F-35. അപ്പോൾ ഈ F-35 ഇത്രയും ഇലക്ട്രോണിക്
വാർഫെയർ മെഷേഴ്സുള്ള ഒരു F-35 പറഞ്ഞ ഒരു അസറ്റിനെ നമ്മുടെ ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ബ്രഹ്മോസ് എന്നുള്ളൊരു മിസൈൽ ഡെവലപ്മെൻറ്റ് ബ്രഹ്മോസിൻ്റെ തലസ്ഥാനത്ത് അടുത്ത് കൊണ്ടുപോയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ എയർഫോഴ്സും DRDOയും അതിന് ചെക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൗണ്ടർ വാർഫെയർ മെഷേഴ്സ് ആണ് ഇലക്ട്രോണിക് ജാമിങ് സംവിധാനങ്ങളെല്ലാം അവിടെ തീർച്ചയായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടാവും. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാതിരിക്കില്ല. ബിക്കോസ് ഇറ്റ്സ് എ വെരി സ്ട്രാറ്റജിക് അസറ്റ് ഫോർ ഇന്ത്യ. നമ്മളിപ്പോൾ പാകിസ്ഥാനായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ വജ്രായുധമായിട്ട് ഉപയോഗിച്ചാണ് ബ്രഹ്മോസ്. അപ്പോൾ ഇതിന് പല സാധ്യതകളുണ്ട്. ഇവർ പറയുന്ന സാധ്യതകൾ, പുറത്ത് വരുന്ന സാധ്യതകൾ 1-2 പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം വന്ന് ലാൻഡ് ചെയ്തതാണ്. മൂന്നാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ F-35 എന്ന് പറഞ്ഞാൽ ഫൈറ്റർ ജെറ്റ് സ്റ്റെൽത്ത് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇന്ത്യയുടെ മുകളിലൂടെ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് അസറ്റ്സിനെ റീകൺസനൻസ് മിഷനായിട്ട് വന്ന് ഇന്ത്യയുടെ മുകളിലേക്ക് ഫ്ലൈ ചെയ്ത് കടന്നു വന്നപ്പോൾ എയർഫോഴ്സ് അത് ഡിറ്റക്റ്റ് ചെയ്യും. നമ്മുടെ സുഖോയ് MKI പറഞ്ഞയച്ച് അതിനെ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിക്കും ചെയ്തതാണെങ്കിൽ, അങ്ങനെ ഒരു പോസിബിലിറ്റി തീർച്ചയായിട്ടും ഉണ്ട്. ലാൻഡ് ചെയ്തതാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സാധനം തീർച്ചയായിട്ടും ഇവിടുന്ന് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ രണ്ട് രാജ്യങ്ങളുടെയും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ശത്രുരാജ്യം അല്ലാത്തതുകൊണ്ട് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ മിഷൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ സ്റ്റെൽത്ത്, അതിനകത്തുള്ള ടെക്നോളജിക്കൽ കാര്യങ്ങൾ എല്ലാം പുറത്ത് വന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇന്ത്യൻ എയർഫോഴ്സ് അത് വെറുതെ വിടില്ല. ഇപ്പോൾ അവരുടെ ടെക്നിക്കൽ ടീം എല്ലാം വന്നു 40+ എൻജിനീയേഴ്സ് ഫ്രം ലോക്കിഡ് മാർട്ടിൻ വന്നു. അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇതിന് C-17 ഗ്ലോബ് മാസ്റ്റർ, C-130 ഗ്ലോബ് മാസ്റ്റർ എന്നുള്ള അമേരിക്കയുടെ പടുംകൂറ്റൻ മിലിറ്ററി ചരക്ക് വിമാനം കൊണ്ടുവന്നിട്ട് ഇതിനെ വിങ്സ് എല്ലാം ഡിസ്മാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനാണ് അവസാനത്തെ തീരുമാനം. അപ്പോൾ F-35 എന്നുള്ള സ്റ്റെൽത്ത് യുദ്ധവിമാനത്തിൻ്റെ ഏകദേശം എല്ലാവിധ പാർട്സും സ്റ്റെൽത്ത് എന്ന് മാറ്റിയിട്ട് സ്ക്രാപ്പ് യുദ്ധവിമാനമായിട്ടായിരിക്കും തിരിച്ചു പോകുന്നുണ്ട്. അതിൻ്റെ വിങ്സൊക്കെ അഴിച്ച് മാറ്റി ഫുൾ ഇതാണ്. ഇപ്പോൾ അതിൻ്റെ ടെക്നോളജി ഇന്ത്യയുടെ AMCA എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരുപാട് സ്റ്റെൽത്ത് ടെക്നോളജീസ് എന്തായാലും DRDO ഇതിന്ന് തന്നെ ഫുള്ള് പഠിച്ചിട്ടുണ്ടാവണം. ഇത് സ്കാൻ ചെയ്യാതെ എന്തായാലും 17-18 ദിവസം ഇത്രയും ലോകത്തിലെ ഏറ്റവും പ്രശസ്തമുള്ള ഒരു അസറ്റ് ഇവിടെ വന്ന് കടന്നിട്ട് നമ്മളതിനെ വെറുതെ അങ്ങ് വിടും എന്നുള്ളൊരു തോന്നൽ എനിക്കില്ല. DRDOയും ഇന്ത്യൻ എയർഫോഴ്സും എല്ലാം തീർച്ചയായിട്ടും യുദ്ധവിമാനത്തെ നന്നായി പഠിച്ചിട്ടുണ്ടാവണം. യുദ്ധവിമാനത്തിൻ്റെ അനാറ്റമി, അതിനകത്തുള്ള കൗണ്ടർ ഇലക്ട്രോണിക് മെഷേഴ്സ്, അതിൻ്റെ ടെക്നോളജി എല്ലാം തീർച്ചയായിട്ടും അബ്സോർബ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ ഇന്ത്യയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു സുഹൃത്താണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ടെക്നോളജി തീർച്ചയായിട്ടും ഈ ഒരു യുദ്ധവിമാനം ഇവിടെ വന്നത് ഇന്ത്യക്കെതിരെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന യുദ്ധവിമാനം അവസാനം ഇപ്പോൾ ബ്രിട്ടനും അമേരിക്കയ്ക്കും തന്നെ പണിയായിട്ടിരിക്കുകയാണ്. F-35B എന്നുള്ള ഈ സംഭവം ഇതിനെ 130 അഴിച്ച് തിരിച്ചു കൊണ്ടുപോയാൽ പോലും ഒരുപാട് വർഷം ഇതിൻ്റെ ബാക്കിലുള്ള സ്റ്റോറീസും എല്ലാം പുറത്തു വരാൻ ഒരുപാട് വർഷമെടുക്കും. തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങൾ ഇൻ്റർനാഷണലി ചർച്ച ചെയ്യപ്പെടും. തീർച്ചയായും രാജ്യത്തിൻ്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള രാജ്യത്തിൻ്റെ ഇനി വരുന്ന ഫ്യൂച്ചർ ഡിസിഷൻസ് ഈ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മാറ്റം സംഭവിക്കും. ഇനി എയർക്രാഫ്റ്റിനെ എങ്ങനെ കൊണ്ടുപോകുന്നു, ഇനി ബാക്കിയുള്ള ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടിരുന്ന് കാണണം. അത് നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യാം. ജയ് ഹിന്ദ്.